പുതുമ ബേബൂരി സമൂഹ വായനശാല ഗ്രന്ഥാലയത്തിന്റെ 5ാമത് KT മുഹമ്മദ് സ്മാരക സംസ്ഥാനതല പ്രവർത്തന നാടകോത്സവം ഡിസംബർ 3 മുതൽ 7 വരെ നടക്കും. 3 വൈകുന്നേരം സാഹിത്യകാരൻ ഡോക്ടർ അംബികാസുധൻ മാങ്ങാട് നാടകമേള ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. ഇത്തവണയും കാസർഗോഡ് ജില്ലാതല അമേച്വർ നാടക പ്രദർശനത്തോടുകൂടിയാണ് ഉദുമ ബേവൂരിയിലെ സൗഹൃദ വായനശാല ആൻഡ് ഗ്രന്ഥാലയം KT മുഹമ്മദ് സ്മാരക സംസ്ഥാനതല പ്രൊഫഷണൽ നാടക മത്സരം സംഘടിപ്പിക്കുന്നത്. ഡിസംബർ 3 മുതൽ 7 വരെ ബേവൂരിയിലെ ഓപ്പൺ ഓഡിറ്റോറിയത്തിലാണ് നാടകമേള. 3 വൈകുന്നേരം 6:30 എഴുത്തുകാരൻ ഡോക്ടർ അംബികാസുധൻ മാങ്ങാട് നാടകോത്സവം ഉദ്ഘാടനം ചെയ്യും. IV ദാസ് പുരസ്കാര ജേതാവ് അഡ്വക്കേറ്റ് P. അപ്പുക്കുട്ടൻ, സംസ്ഥാന ലൈബ്രറി കൌൺസിലിന്റെ നാടക മത്സരത്തിൽ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ട CK രാജേഷ് റാവു, ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ മീറ്റിലെ സീനിയർ വിഭാഗത്തിൽ വേഗമേറിയ താരമായി മാറിയ രഹന രഘു എന്നിവരെ ഉദ്ഘാടന വേദിയിൽ ആദരിക്കും. ജ്യോതി പ്രയാണം വൈകിട്ട് 3 മണിക്ക് TK അഹമ്മദ് ഷാഫി നഗറിൽ നിന്നും ആരംഭിക്കും. നാടക മത്സരത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം 3 വൈകുന്നേരം ഡോക്ടർ അംബികാസുധൻ മാങ്ങാടാണ് നിർവഹിക്കുക. 4ാം ദിവസം അനുബന്ധ പരിപാടി എന്നുള്ള നിലയിൽ P. ഭാസ്കരന്റെ ജന്മശതാബ്ദി വർഷമായതുകൊണ്ട് അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് മഞ്ഞണി പൂനിലാവ് എന്ന പേരിൽ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഡിസംബർ 5 മാധ്യമങ്ങളുടെ രാഷ്ട്രീയം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. കൈരളി TVയുടെ ചീഫ് റിപ്പോർട്ടറായിട്ടുള്ള PV കുട്ടനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഡിസംബർ 6 ഒരു സാംസ്കാരിക സായാഹ്നം കവി ദിവാകരൻ വിഷ്ണുമംഗലമാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇത്തവണത്തെ ദീപശിഖ നാടക ജ്യോതി ഞങ്ങളുടെ രൂപീകരണം തൊട്ട് നിർവാഹക സമിതിയിൽ ഉണ്ടായിരുന്ന TK അഹമ്മദ് ഷാഫിയുടെ ഒരു ഓർമ്മയെ മുൻനിർത്തി അംബികാനഗറിൽ നിന്നാണ് അത് കൊളുത്തിക്കൊണ്ടുവരാൻ നിശ്ചയിച്ചിട്ടുള്ളത്. പാനലിൽ ഞങ്ങൾ എല്ലാ വർഷവും നടത്തുന്നത് പോലെ ഒരു നല്ല വലിയ പങ്കാളിത്തമുള്ള വൈവിധ്യപൂർണമായ പരിപാടികളുള്ള ഒരു പരിപാടി എന്നുള്ള നിലയിൽ തന്നെയാണ് ഇത്തവണയും KT മുഹമ്മദ് സ്മാരക നാടകോത്സവം പ്ലാൻ ചെയ്തിട്ടുള്ളത്. 5ാം തവണയാണ് ഞങ്ങളിത് സംഘടിപ്പിക്കുന്നത്. ആദ്യ ദിനത്തിൽ രാത്രി 7:30 തിരുവനന്തപുരം നവോദയയുടെ കലുങ്ക് നാടകം അരങ്ങിലെത്തും. 2ാം ദിനമായ ഡിസംബർ 4 വൈകുന്നേരം നടക്കുന്ന P. ഭാസ്കരൻ ജന്മശതാബ്ദി ആഘോഷം മഞ്ഞണി പൂനിലാവ് പ്രഭാഷകനും എഴുത്തുകാരനും അധ്യാപകനുമായ ഡോക്ടർ വത്സൻ പിലിക്കോട് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് രാത്രി 7 മണിക്ക് തിരുവനന്തപുരം ശ്രീനന്ദനയുടെ യാനം നാടകം അരങ്ങേറും. 5ാം തീയതി വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന മാധ്യമങ്ങളുടെ രാഷ്ട്രീയം എന്ന സെമിനാർ മാധ്യമപ്രവർത്തകൻ PV കുട്ടൻ ഉദ്ഘാടനം ചെയ്യും. വിവർത്തന സാഹിത്യത്തിന് കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് നേടിയ ഡോക്ടർ AM ശ്രീധരനെ വേദിയിൽ ആദരിക്കും. രാത്രി ആലപ്പുഴ സൂര്യകാന്തിയുടെ കല്യാണം നാടകം അരങ്ങിലെത്തും. 6ാം തീയതി വൈകുന്നേരം 5 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സായാഹ്നം കവി ദിവാകരൻ വിഷ്ണുമംഗലം ഉദ്ഘാടനം ചെയ്യും. നാടക അക്കാദമി അവാർഡ് ജേതാവ് V. ശശി, ബേക്കൽ ഉപജില്ലാ അറബിക് സാഹിത്യോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ജം സ്കൂളിലെ ഫാദിയ മറിയം, ബേക്കൽ ഉപജില്ലാതല കലോത്സവത്തിൽ LP വിഭാഗം ഓവറോൾ ചാമ്പ്യന്മാരായ ഉദുമ അംബിക ALP സ്കൂൾ, അറബിക് കലാമേളയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ജം സ്കൂൾ, സഹകരണ അവാർഡ് നേടിയ ഉദുമ വനിതാ സർവീസ് സഹകരണ സംഘം, പനിയാൽ സഹകരണ ബാങ്ക് എന്നിവരെ ആദരിക്കും. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ PV മധുസൂദനൻ ഉപഹാരം സമ്മാനിക്കും. രാത്രി 7:30 കോഴിക്കോട് രംഗമിത്രയുടെ മഴവില്ല് നാടകം അരങ്ങിലെത്തും. 7 വൈകുന്നേരം 5 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്യും. എഴുത്തുകാരൻ PV ഷാജികുമാർ മുഖ്യപ്രഭാഷണം നടത്തും. നാടക മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്യും. തുടർന്ന് അമേച്വർ നാടക പ്രദർശനം, ചന്ദ്രഗിരി കലാസമിതിയുടെ ബസുമതി, സൗഹൃദ വായനശാലയുടെ മൂരികൾ ചുരമാന്തുമ്പോൾ എന്നീ നാടകങ്ങളാണ് അരങ്ങേറുക. നാടകോത്സവ വിവരങ്ങൾ അറിയിക്കാനായി കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംഘടക സമിതി ചെയർമാനും മുൻ MLA-യുമായ KV കുഞ്ഞിരാമൻ, സംഘടക സമിതി വർക്കിംഗ് ചെയർമാൻ KV രഘുനാഥൻ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ അബ്ബാസ് രചന, ജനറൽ കൺവീനർ NA അഭിലാഷ്, K. വിജയകുമാർ, രാജേഷ് മാങ്ങാട്, രവീന്ദ്രൻ കൊക്കാൽ, KV ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.